ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ആഗോള സൂചനകളുടെ പിൻബലത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേട്ടത്തോടെ തുടക്കം. സെൻസെക്സ് 200 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 21,850 മുകളിൽ വ്യാപാരം തുടരുന്നു. 2 ദിവസത്തെ നേട്ടത്തിനു ശേഷം ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവ്. ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതി പിരിവിൽ വർധന. ഈ മാസം 17 വരെയുള്ള കണക്കിൽ നികുതി പിരിവ് 20% വർദ്ധിച്ച് 18.9 ലക്ഷം കോടി രൂപയായി. 73,500 കോടിയുടെ കുടിശ്ശിക പിരിച്ചെടുത്ത് ആദായ നികുതി വകുപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിക്കും. ഗുഡ് ഇനഫ് കമ്പനി ജമ്മു കാശ്മീരിൽ ആരംഭിക്കുന്ന പദ്ധതിക്കായി $452 ദശലക്ഷം നിക്ഷേപിക്കും. കാർബണിന്റെ ഉൽപ്പാദനം ഗണ്യമായി കുറയ്ക്കാൻ പുതിയ പ്രോജക്റ്റിലൂടെ സാധിക്കുമെന്ന് ഗുഡ് ഇനഫ്. 2026 ഇന്ത്യയിൽ LNG ഇറക്കുമതി ഗണ്യമായി കുറയുമെന്ന റിപ്പോർട്ടുകൾ. ഉപഭോഗം 53% നിന്ന് ക്രമേണ 45% കുറഞ്ഞേക്കും. ഇറക്കുമതി കുറയുന്നതിന് കാരണം ആഭ്യന്തര പ്രകൃതിവാതക ഉൽപാദനത്തിലെ കുതിപ്പ്. ഭവന വായ്പകളുടെ പലിശ നിരക്ക് കുറച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ. പലിശ നിരക്ക് 8.4% നിന്ന് 8.3% കുറച്ചു. ഫെസ്റ്റിവൽ സ്കീമിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ബാങ്ക് അധികൃതർ. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഇന്നലെ വലിയൊരു നഷ്ടത്തിലാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിച്ചത്. എന്നാൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് പ്രഖ്യാപനം ഉറ്റുനോക്കി US ഏഷ്യൻ വിപണികളിലുണ്ടായ നേട്ടം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണികളിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഒരു നേട്ടത്തിലൊക്കെ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിലവിൽ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. സെൻസെക്സിലായാലും നിഫ്റ്റിയിലാണെങ്കിലും ഒരു പോസിറ്റീവ് മോഡലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇനി നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത് ഒരു പോസിറ്റീവ് ട്രിഗറിലാണ്. നിഫ്റ്റി 50യിൽ 54 പോയിന്റ് നേട്ടത്തിൽ 21,872 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിലും ഒരു പോസിറ്റീവ് മോഡലാണ്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 105 പോയിന്റ് ഉണർവിൽ 46,490 പോയിന്റിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ 17 പോയിന്റ് ഉണർവിൽ 20,619 പോയിന്റിലുമാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു വിൽപ്പന സമ്മർദ്ദമൊക്കെ തന്നെ മാറിയെന്ന് നമുക്ക് രാവിലത്തെ ഒരു സൂചനയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ അതേസമയം മിഡ് ക്യാപ് സൂചികകളിൽ ചെറിയൊരു ഇടിവുണ്ട്. അത് നമുക്ക് ഒരുപക്ഷെ വരും മണിക്കൂറിലൊക്കെ തന്നെ മാറിയേക്കാം. എന്തായാലും അമേരിക്കൻ ഫെഡറൽ റിസർവ് എന്തൊക്കെയായിരിക്കും തീരുമാനിക്കുമെന്ന് ഉറ്റുനോക്കിയാണ് നിക്ഷേപകർ. അതുപോലെ ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സിൽ ഒരു 206 പോയിന്റിന്റെ നേട്ടമാണുള്ളത്. 204 പോയിന്റ് നേട്ടത്തിൽ 72,216 പോയിന്റിലാണ് സെൻസെക്സിലും നിലവിൽ വ്യാപാരം നടക്കുന്നത്. എന്തായാലും ആഗോള സൂചനകളൊക്കെ ഒരു പോസിറ്റീവ് ട്രിഗറിലാണ്. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് രാവിലെ തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രകടമായി എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് TPFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള പോൾ തോമസ് ആണ്. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായ ഒരു നഷ്ടങ്ങളൊക്കെ പിന്തള്ളി ഇന്ന് ഒരു നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റ് കണ്ടീഷൻ? ഒപ്പം തന്നെ അമേരിക്കൻ ഫെഡറൽ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കും? മാർക്കറ്റ് ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നലെ 238 പോയിന്റ് നിഫ്റ്റി താഴ്ന്ന സ്ഥലത്ത് നിന്നും നമുക്ക് ഇന്നിപ്പോ ഒരു 50 പോയിന്റിന്റെ പ്ലസിലാണ് നിൽക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നൊരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ 21,950 ലെവലൊക്കെ നല്ലൊരു റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചോളം. അതുപോലെ താഴെ പോയി കഴിഞ്ഞാൽ 21,750 ലെവല് നല്ലൊരു സപ്പോർട്ടായിട്ടും നിൽക്കും. ഈ 200 പോയിന്റിനുള്ളിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് മാർക്കറ്റിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നാളെ നിഫ്റ്റിയുടെ ഒക്കെ ഓപ്ഷൻസിന്റെ വീക്കിലി എക്സ്പയറി ആണ്. അത് മാത്രമല്ല അടുത്ത ആഴ്ച മൺഡേ ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത വ്യാഴാഴ്ച നമുക്ക് മന്ത്ലി എക്സ്പയറി ആണ്. അപ്പം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ ഇനിയുള്ള ദിവസങ്ങളിലെ മാർക്കറ്റ് വളരെ ക്രൂഷ്യലായിരിക്കും എന്ന് തന്നെ വേണം ചിന്തിക്കാൻ. ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റിന്റെ ഒരു തീരുമാനം, അതായത് ഇൻട്രസ്റ്റ് എപ്പോൾ കുറയ്ക്കണം, എന്നത്തേക്ക് കുറയ്ക്കണമോ എന്നുള്ളൊക്കെയുള്ള ഒരു തീരുമാനം ഇന്ന് രാത്രിയിൽ ഫെഡറൽ റിസർവ് എടുക്കും എന്നാണ് പറയുന്നത്. ഇതിനുള്ള ചെറിയൊരു പ്രശ്നം പറ്റിയത് ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം 24-ലെ ഇൻട്രസ്റ്റ് റേറ്റ് US കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ തീരുമാനത്തിൽ ഒരു വ്യത്യാസം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതുകൊണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും നിക്ഷേപകർ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് പ്രഖ്യാപനം ഉറ്റുനോക്കിയാണ്. അതിനു മുന്നേ വിപണി പല രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾക്കും ഒരുപക്ഷെ വിധേയമായേക്കാം. കൂടുതൽ വിപണി വാർത്തകളുമായി ഇനി മാർക്കറ്റ് വ്യൂവിൽ ഉച്ചയ്ക്ക് 1:45 കാണാം.